ഹായ് ഗീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഞാൻ ഓൺലൈനായിട്ട് ഒരു റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, ഒരു റിംഗ് ലൈറ്റ് ഒക്കെ നോക്കുന്നുണ്ട് എന്നുള്ളവർക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേറ്റ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗീസ്, അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം റിംഗ് ലൈറ്റ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഡിജിടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അവരുടെ ഓൺ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ ഓൺ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ എമൗണ്ട് ഇല്ലെങ്കിൽ EMI ബേസ് അവൈലബിൾ ആണ്, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഒരു 2 വീക്സ് എടുക്കാം. എനിക്ക് ഏകദേശം ഒരു 2 വീക്സ് എടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന് മുന്നേ ഞാൻ എടുത്ത ഒരു ലൈറ്റ് എന്ന് വെച്ചാൽ അതെനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു വാം ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ മോഡ് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കുള്ളത് ഉണ്ടായിരുന്നില്ല. ഒരു 3 മോഡ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല. ഒരൊറ്റ മോഡ് വാങ്ങിയിട്ട് മാത്രമേ വർക്കായുള്ളൂ. അപ്പം ഞാൻ എന്താക്കി, അതിന് റിട്ടേൺ കൊടുത്തിട്ട് പിന്നീട് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡിജിടെക് ആണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3500 ആണ്. പല റേറ്റിലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ലൈറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടതിന് ശേഷം എടുത്ത ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പം ഓപ്പൺ ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ഡേ കേട്ടോ. ഇത് വന്നിട്ട് ലൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ നല്ലൊരു കിട്ടിലം പാക്കേജിങ്ങിലാണ് കേട്ടോ ഈ ഒരു സാധനം വരുന്നത്. അപ്പൊ നമ്മുടെ ലൈറ്റ് വന്നിട്ട് ഈ ഒരു ബാഗിന്റെ അകത്താണ്. ഇതല്ലോ, ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതിന്റെ സൈസ് വന്നിട്ട് 18RGC എന്തോ പറഞ്ഞത്. ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ നോക്കി പറഞ്ഞുതരാം കേട്ടോ. 18H. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഈ ഒരു ലൈറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം വന്നിട്ട് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ബട്ടണാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ലൈറ്റ് ഓക്കെ, എല്ലാം പലതിരിച്ച വന്നെന്നാണ് തോന്നുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റാൻഡിന്റെ ബോക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് എടുത്തുകൊണ്ട് നടക്കാനുള്ള വെയിറ്റ് എന്തായാലും ഈ സാധനത്തിനുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. എന്തായാലും എന്നിലും കൂടുതൽ പൊക്കം നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ്, ഏകദേശം ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ കമ്പി ഉയർത്തിയതിന് ശേഷം ഇതുപോലെ ഒരു സാധനം ഉണ്ട്. ഇത് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഇങ്ങനെ തന്നെ സേഫ് ആയിട്ട് നിൽക്കും.
ഇതാണ് കേട്ടോ സ്റ്റാൻഡ്. എന്ത് ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് തന്നെയാണ്. അടുത്ത് ഞാനിത് ഇനി ഇതിൻ്റെ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതണ്ടേ ഇതുപോലൊരു സാധനം ഇതിൻ്റെ ഇവിടെ ഉണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ നോത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഇരിക്കാം. എന്താ പൊക്കം. ഇങ്ങനെ ഓക്കെ. എന്തെന്നല്ല ഹൈറ്റാ, കുറച്ച് താക്കാം. പൊക്കം ഇല്ലേ, പൊക്കം ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം. ഇതാണ് സംഭവം നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്വിച്ച് ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓഫ് ഓൺ ബട്ടൺ ഒക്കെ ഇവിടെ ഉണ്ട്. കത്തണില്ലല്ലോ സെറ്റപ്പ്. ഇനി എന്തായാലും കത്തണമല്ലേ. ഈ ഒരു അറയിലാണ് കേട്ടോ ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഇതുപോലെ അവര് സേഫ് ആയിട്ട് ഈ ഒരു ഡ്രോയറിൽ ഇതിന്റെ സംഭവങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയറും കാര്യങ്ങളൊക്കെയാണ്. അത് മാപ്പി അതിന്റെ ഒരു ബുക്കും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫോണ് സെന്ററിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കണക്ട് ചെയ്യാൻ. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് കണക്ട് ചെയ്യട്ടെ. നമുക്ക് ബാക്കിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഇതിന്റെ കണക്ട്. ഇത്രയും വലിപ്പം ഉള്ള വയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതാണ് കേട്ടോ അവിടെ ലൈറ്റ്. ഓക്കെ, ഈ ഒരു രണ്ട് ബട്ടൺ ഇല്ലേ, ഈ ബട്ടണിൽ നമുക്ക് ഏത് ലൈറ്റ് മോഡ് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാം ലൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വൈറ്റ് ലൈറ്റ് നമ്മുടെ ഒറിജിനൽ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു രണ്ട് ബട്ടണിൽ കേട്ടോ. ഇനി ഉള്ളത് നമുക്ക് ഈ ഒരു കണക്ടറാണ്. നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ് ഉള്ളത്. ഇതിന്റെ പേര് എങ്ങനെയാണോന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ ഈ സാധനം ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വെക്കാം. പിന്നെ ഈ ഒരു 3 കണക്ടറുണ്ട്. നമുക്ക് 3 അടുത്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. സെന്ററിൽ വെക്കാം, 2 സൈഡിൽ വേണമെങ്കിൽ വെക്കാം. ഇപ്പൊ 2 ഫോണുണ്ടോ, 2 ഫോണിലും വെക്കാം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു 2 സാധനവും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഇത് കണ്ടോ, ഡയറക്റ്റ് അല്ല കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റും കണക്ട് ചെയ്യാം. ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു സാധനം ഇവിടെയാണ് കേട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത്. പക്ഷെ ഞാൻ ഇപ്പൊ എന്താ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണെങ്കിൽ ജസ്റ്റ് കഴിയുമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അത് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കണക്ട് ചെയ്യാം കേട്ടോ. കൊള്ളാം, അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഏതായാലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾ പേടിക്കേണ്ട, ഈ സാധനത്തിന് താഴെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതാണ് ഇങ്ങനെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.